ദൈവത്തിന് സ്തോത്രം. എല്ലാവരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയുടെ പഠനത്തിൽ ഇന്ന് മൂന്നാമത്തെ ഭാഗമാണല്ലോ. കഴിഞ്ഞ തവണ നമ്മൾ ചിന്തിച്ച് നിർത്തിയത് ഉയരത്തിൽ നിന്ന് ശക്തി ലഭിച്ചെങ്കിൽ മിനിസ്ട്രി ഫലപ്രദമായി ചെയ്യുവാൻ കഴിയുള്ളൂ. കർത്താവ് അതുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ വീണ്ടും കാത്തിരിക്കണം, ശക്തി ലഭിക്കുവോളം കാത്തിരിക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ച് കൂടിയിരുന്നു. വളരെ യേശു പറഞ്ഞതനുസരിച്ച് സ്വർഗാരോഹണത്തിന് ശേഷം 10 ദിവസം അവർ കാത്തിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതായത് പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ, പെന്തക്കോസ്ത് എന്ന് പറഞ്ഞാൽ 50-ാം ദിവസം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് ഒരു പെന്തക്കോസ്ത് പെരുന്നാൾ കൂടിയായിരുന്നു യഹൂദന്മാരുടെ. അതുകൊണ്ട് അവർക്ക് ഇത് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും. അത് പഴയ നിയമത്തിലെ ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 15-ഉം 16-ഉം വാക്യങ്ങൾ നമ്മൾ വായിച്ചു നോക്കാം. ലേവ്യ 23-ൻ്റെ 15-ഉം 16-ഉം. ശബ്ബത്തിൻ്റെ പിറ്റേന്നാൾ മുതൽ നിങ്ങൾ നീരാജനത്തിൻ്റെ കറ്റ കൊണ്ടുവന്ന ദിവസം മുതൽ തന്നെ എണ്ണി 7 ശബ്ബത്ത് തികയണം. 7-ാമത്തെ ശബ്ബത്തിൻ്റെ പിറ്റേന്നാൾ വരെ 50 ദിവസം എണ്ണി യഹോവയ്ക്ക് പുതിയ ധാന്യം കൊണ്ട് ഒരു ഭോജനയാഗം അർപ്പിക്കണം. അവരുടെ ഒരു പെരുന്നാളായിരുന്നു പെന്തക്കോസ്ത് പെരുന്നാൾ. അതിനു മുമ്പ് ആദ്യത്തെ അവർക്കൊരു പെസഹ പെരുന്നാളുണ്ടായിരുന്നു. നമുക്കറിയാം, യേശു മരിക്കുന്നത് പെസഹയുടെ സമയത്താണല്ലോ. ആ പെസഹ കഴിഞ്ഞ് ആദ്യഫല കറ്റപ്പെരുന്നാൾ എന്ന് പറയുന്നതായ പെസഹായ്ക്ക് ശേഷം ഉള്ളതായ ആദ്യഫല കറ്റപ്പെരുന്നാളിൻ്റെ കാര്യമാണ് ഇതിൻ്റെ ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിനകത്ത് പറയുന്നുണ്ട്. ആദ്യഫല കറ്റപ്പെരുന്നാളിൻ്റെ അന്ന് ഇവർ ആദ്യഫല കറ്റ കൊണ്ടുവന്ന് ദേവാലയത്തിൽ, യെരൂശലേം ദേവാലയത്തിൽ കൊണ്ടുവരും. അപ്പോൾ അവിടുത്തെ പുരോഹിതൻ നീരാജനം ചെയ്യണം. ആ കറ്റ, അതിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ നീരാജനം ചെയ്യുന്ന ആദ്യഫല കറ്റ കൊണ്ടുവന്ന് നീരാജനം ചെയ്യുന്ന സമയത്താണ് യേശുക്രിസ്തു കല്ലറയിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്നത്. ആദ്യഫലമായിട്ട്, മരിച്ചവരുടെ നിന്നും ആദ്യഫലമായിട്ട് യേശു ഉയർത്തെഴുന്നേൽക്കുന്നു. അപ്പോൾ ഈ നിഴലൊക്കെയും അത് യാഥാർത്ഥ്യമായി തീരുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ ലേവ്യ 23-ൻ്റെ 15-16 പറയുന്നത് പോലെ, ശബ്ബത്തിൻ്റെ പിറ്റേന്നാൾ മുതൽ നിങ്ങൾ നീരാജനത്തിൻ്റെ കറ്റ കൊണ്ടുവന്ന ദിവസം മുതൽ തന്നെ എണ്ണി 7 ശബ്ബത്ത് തികയണം. അപ്പോൾ ആ ആദ്യഫല കറ്റ പെരുന്നാളിൻ്റെ അന്ന് മുതൽ എണ്ണണം 7 ശബ്ബത്ത്. 7 ശബ്ബത്ത് എന്ന് പറയുമ്പോൾ 7 7 49. അങ്ങനെ 7 ശബ്ബത്ത് തികയണം. 7-ാമത്തെ ശബ്ബത്തിൻ്റെ പിറ്റേന്നാൾ വരെ 50 ദിവസം എണ്ണി യഹോവയ്ക്ക് പുതിയ ധാന്യം കൊണ്ടൊരു ഭോജനയാഗം അർപ്പിക്കണം. അപ്പോൾ 49 കഴിഞ്ഞ് ശബ്ബത്താകുമ്പോൾ 49ആയി. അതിൻ്റെ പിറ്റേന്നാൾ ഞായറാഴ്ചയാണല്ലോ വരുന്നത്. അന്നാണ് പുതിയ ധാന്യം കൊണ്ട് യഹോവയ്ക്ക് ഒരു ഭോജനയാഗം അർപ്പിക്കണം. ഇത് ഇവരുടെ ഒരു ഉത്സവമായിരുന്നു, പെരുന്നാളായിരുന്നു. അപ്പോൾ ഇവർ 40 ദിവസം കഴിഞ്ഞു. യേശുവിൻ്റെ ഈ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം 40 ദിവസം കഴിഞ്ഞു. വീണ്ടും 10 ദിവസം യേശു സ്വർഗാരോഹണം ചെയ്തു. അതിനുശേഷം 10 ദിവസം കൂടെ കാത്തിരുന്നു. അപ്പോൾ 50-ാമത്തെ ദിവസമായി. 50-ാം ദിവസമാണ് പെന്തക്കോസ്ത് പെരുന്നാൾ. അപ്പോൾ അന്നാണ് ഇവർക്കും പെന്തക്കോസ്തിൻ്റെ അന്നാണ് ഇപ്പോൾ ശക്തി ലഭിക്കുന്നത്. അപ്പോൾ ഈ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ ഒരു പുതിയ കാര്യം സംഭവിക്കുകയാണ്. പുതിയ കറ്റ കൊണ്ട് അവർക്കൊരു ഭോജനയാഗം അർപ്പിക്കണമെന്നല്ലേ അവിടെ പഴയ നിയമത്തിൽ പറഞ്ഞത്. അന്ന് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന ഒരു പുതിയ കാര്യമാണ് അവിടെ സംഭവിക്കുന്നത്. ഗ്രേറ്റ് കമ്മീഷൻ, ദൈവം കൊടുത്ത ദൗത്യം, അപ്പോസ്തല പ്രവൃത്തി 1-ൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും. 6-ാം വാക്യം. ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിൽ ഒരു രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നതെന്ന് ചോദിച്ചു. അവൻ അവരോട്, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. അപ്പോൾ ശിഷ്യന്മാർക്ക് അപ്പോഴും അവർ ചിന്തിക്കുന്നത് ഈ ലോകത്തിലെ കാര്യങ്ങളെക്കുറിച്ചാണ്. എന്നാൽ യേശു അവരോട് പറയുന്നത്, നിങ്ങൾക്ക് ശക്തി ലഭിക്കും, ലഭിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ഞാൻ ഏൽപ്പിക്കുന്ന ദൗത്യവുമായിട്ട് എൻ്റെ സാക്ഷികളായിട്ട് ഭൂമിയുടെ അറ്റത്തോളം പോകണം. അങ്ങനെ അപ്പോൾ യേശുവിൻ്റെ മിനിസ്ട്രി ഇവിടെ ശുശ്രൂഷ തുടരുന്നതേ ഉള്ളൂ, തീർന്നിട്ടില്ല. മരിച്ച്
അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അതിനുശേഷം സ്വർഗാരോഹണം ചെയ്തിട്ടും യേശുവിൻ്റെ മിനിസ്ട്രി തുടരുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോസ്തലപ്രവൃത്തി 1:1 കർത്താവ് വീണ്ടും പറയും, ലൂക്കോസ് എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതുന്നത്: തിയോഫിലോസേ, ഞാൻ എഴുതിയ ഒന്നാമത്തെ ചരിത്രം യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തും ഉപദേശിച്ചു തുടങ്ങിയ സകലത്തെയും കുറിച്ചായിരുന്നുവല്ലോ. അപ്പോൾ ഒന്നാമത്തെ ചരിത്രം എന്ന് പറയുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം. അത് അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട്, ഇത് വീണ്ടും ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്, റീസ്റ്റേറ്റ് ചെയ്യുകയാണ് ഇവിടെ 1:1. ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തു ഉപദേശിച്ചു തുടങ്ങിയ സകലത്തെയും കുറിച്ചായിരുന്നല്ലോ. ആരോഹണം ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മളിവിടെ കാണുന്നു. വീണ്ടും 1:9 ആരോഹണം നാം കാണുന്നുണ്ട്. അവൻ ഇത് പറഞ്ഞ ശേഷം അവർ കാണുക അവൻ ആരോഹണം ചെയ്തു. 11-ാം വാക്യം: ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്ന എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. അപ്പോൾ സ്വർഗാരോഹണം, വീണ്ടും വരും എന്ന് പറയുന്നുണ്ട്. അപ്പം ഇതിനിടയ്ക്കൊക്കെയും പറഞ്ഞ കാര്യങ്ങളാണ്. പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം നിങ്ങൾക്ക് ലഭിക്കും. അതിനുശേഷം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ, സ്വർഗാരോഹണം, പരിശുദ്ധാത്മാവിനാലുള്ള സ്നാനം, പിന്നെ രണ്ടാമത്തെ വരവ്. ഇതെല്ലാം യേശു അപ്പോൾ യേശുവിൻ്റെ രണ്ടാമത്തെ വരവ് വരെയും തൻ്റെ ശുശ്രൂഷ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. അതാണ് അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് യേശു സ്വർഗാരോഹണം ചെയ്തുവെങ്കിലും തൻ്റെ ശുശ്രൂഷ തുടരുന്നതാണ് നമ്മുടെ അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് മുഴുവൻ പഠിക്കുന്നത്. അതിപ്പം യേശു ശിഷ്യന്മാരോട് ദൗത്യം ഏൽപ്പിക്കുകയാണ്. അത് പൂർത്തീകരിക്കണമെങ്കിൽ മാനുഷികമായ ശക്തി കൊണ്ട് സാധ്യമല്ല, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വേണം. എന്തിനാണ് പരിശുദ്ധാത്മാവ്? വൈ ദ ഹോളി സ്പിരിറ്റ്? നമുക്കതിന് 2 കൊരിന്ത്യർ 1:21-22 വാക്യങ്ങൾ നോക്കാം. 2 കൊരിന്ത്യർ 1-ാം 21-22. ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്തിനാണ് നമുക്ക് വേണ്ടിയത്? ക്രിസ്തുവിൽ ഉറപ്പിക്കുക എന്നുള്ളതാണ്. നമ്മളെ ക്രിസ്തുവിനോട് ചേർത്ത് വെച്ച് വെൽഡ് ചെയ്യുന്നത് പോലെ. വെൽഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, 2 സംഗതികൾ തമ്മിൽ ഉരുക്കി ചേർക്കുന്നതാണല്ലേ. അത് വേർവിട്ട് പോകലാത്ത വണ്ണം ക്രിസ്തുവിനോട് ചേർത്ത് വയ്ക്കുവാനാണ്. ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. നമുക്ക് അഡ്വാൻസായിട്ട് ആത്മാവിനെ തന്നിട്ടുണ്ട്. എന്നാൽ ആത്മാവിനോട് ചേരുവാൻ ആത്മാവ് തന്നെ വേണം. ക്രിസ്തു ഇപ്പോൾ ആത്മാവാണ്. എൻ്റെ ആത്മാവാകുന്ന ദൈവത്തോട് ചേരണമെങ്കിൽ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചെങ്കിലേ അത് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ കാര്യം, എന്നെ ക്രിസ്തുവിൽ ഉറപ്പിക്കാൻ. ഇതിനാണ് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്, മുദ്രയിട്ട് ക്രിസ്തുവിൽ ഉറപ്പിക്കാൻ. വീണ്ടും 1 കൊരിന്ത്യർ 12-ാം വാക്യം. 1 കൊരിന്ത്യർ 12:13. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറെ ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. എല്ലാവരും, ഏത് യഹൂദനാണെങ്കിലും കൊള്ളാം, ജാതിയാണെങ്കിലും, എല്ലാവരും ഏക ശരീരമാകുമാറ്. അപ്പോൾ 1-ാമത്തെ നൂറ്റാണ്ടിലെ സഭയ്ക്ക് അവർക്കിതുപോലെ പരിശുദ്ധാത്മാവ് ലഭിച്ചു കഴിഞ്ഞ് അവർക്ക് ഒരു മനസ്സായിരുന്നു. അവർ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു. ഇതൊക്കെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തി വായിക്കുന്നുണ്ട്. ഇന്ന് സഭയ്ക്ക് കഴിയാത്തൊരു കാര്യമാണിത്, ഏക ശരീരമാകുന്നില്ല എന്നുള്ളത്. എഫേസ്യർ 4:4 പറയുന്നുണ്ടല്ലോ, ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, പ്രത്യാശ ഒന്ന്, കർത്താവ് ഒരുവൻ. അപ്പോൾ കർത്താവ് ഒരുവനാണെങ്കിൽ കർത്താവിന് ഒരു മണവാട്ടിയേ ഉള്ളൂ. അപ്പോൾ നമ്മളെ തമ്മിൽ ഒന്നിച്ച് ചേർക്കാനും, ആദ്യം നമ്മൾ കണ്ട് ക്രിസ്തുവിനോടുകൂടി നമ്മളെ ഉറപ്പിക്കാനും, പിന്നെ എല്ലാ മനുഷ്യരെ, അതായത് സഭാംഗങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് ചേർക്കുവാനും വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവിനെ അയച്ചത്. ഇതൊരു വലിയ മർമ്മമാണ്. ഇന്ന് പലർക്കും ഇത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നമ്മളെ കർത്താവിൽ ഉറപ്പിക്കുന്നു, പിന്നെ സഭയിലുള്ള അംഗങ്ങളെ തമ്മിൽ പരസ്പരം ഉറപ്പിക്കുന്നു. അതിനാണ് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. അങ്ങനെ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ, ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലെങ്കിൽ, നമ്മളിരിക്കുന്ന ആത്മാവ് ഏതാണെന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പിന്നെ 3-ാമത്തെ കാര്യം, മുദ്ര ഇട്ടിരിക്കുന്നത് നമ്മൾ വായിച്ചല്ലോ. പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്തിൻ്റെ ഓണർഷിപ്പ് കാണിക്കുന്നതാണ് മുദ്ര. മുദ്ര ഇട്ട് കഴിഞ്ഞാൽ അത് ഞാൻ ആരുടെ
ആത്മാവെന്ന അച്ചാരം നമ്മുടെ തന്നിട്ടുണ്ട്. നമ്മുടെ ഉടയവൻ ആരാണ്, ഓണർ ആരാണ് എന്നുള്ളതായ അതിനാണ് നമ്മളെ മുദ്രയിട്ടിരിക്കുന്നത്. പിന്നെ സ്നാനം എന്തിനാണെന്ന് ചോദിച്ചാൽ, ആത്മാവ് ഈ പ്രവൃത്തി എന്നെ ചെയ്തു കഴിഞ്ഞ് ഇങ്ങനെ എനിക്ക് സംഭവിച്ചു എന്നുള്ളത് ലോകത്തെയും പിന്നെ എന്നെയും പിശാചിനെയും ഒക്കെയും പൊതുവായിട്ട് ലോകം അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ബാഹ്യമായ ഒരു ചടങ്ങാണ് ജലസ്നാനം എന്ന് പറയുന്നത്. അല്ലാതെ ജലസ്നാനം കൊണ്ട് ഒരു മാറ്റവും നമുക്കുണ്ടാകുന്നില്ല. ജലസ്നാനം കൊണ്ടല്ല മാറ്റം ഉണ്ടാകുന്നത്. അത് നമ്മളൊന്ന് പ്രൊക്ലെയിം ചെയ്യാണ്, പ്രഖ്യാപിക്കുകയാണ്. ഞാൻ വക്രതയുള്ള ഈ തലമുറയിൽ നിന്നും രക്ഷപ്പെട്ട് വേറൊരു ഗ്രൂപ്പിൻ്റെ, വക്രതയുള്ള തലമുറ, ലോകത്തിലുള്ള രക്ഷിക്കപ്പെടാത്ത ജനം മുഴുവൻ വക്രതയുള്ള തലമുറയുടെ കൂട്ടത്തിലാണ് ദൈവവചനം കാണുന്നത്. അപ്പോസ്തല പ്രവൃത്തി 2 നമ്മൾ വായിക്കുന്നുണ്ട്, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷപ്പെടുവീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അതായത് ജലസ്നാനം കൊണ്ട് ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. ഇങ്ങനെ രക്ഷിക്കപ്പെട്ട് നമ്മൾ കർത്താവിനോട് ഒരു ഗ്രൂപ്പിനോട് ചേരുന്നു, അതാണ് സഭ. വീണ്ടും നമ്മൾ റോമർ സ്നാനത്തെക്കുറിച്ച് റോമർ 6-ാം അധ്യായത്തിനകത്താണല്ലോ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. റോമർ 6-3 മുതൽ 5 വരെ. യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായിത്തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അപ്പം ഐഡൻറ്റിഫിക്കേഷൻ വിത്ത് ക്രൈസ്റ്റ്, യേശുവിനോടുകൂടെ ഏകീഭവിക്കുവാൻ, അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ. നമ്മുടെ പഴയ മനുഷ്യൻ ക്രിസ്തുവിനോട് ഏകീഭവിച്ചിട്ട് മരണത്തിൽ, ക്രിസ്തു മരിച്ചുകൂടെ നമ്മളും മരിച്ചു, മരണത്തിൽ പങ്കാളിയായി അടക്കപ്പെട്ട്, വെള്ളത്തിലേക്ക് നമ്മളെ മുക്കുമ്പോൾ അടക്കപ്പെട്ട് ഒരു പുതിയ മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ വെളിപ്പെടുത്തുന്നതാണ്. അങ്ങനെ ഒരു ജീവിതം നയിക്കുവാൻ പരിശുദ്ധാത്മാവ്, യേശുവിനെ വെളിപ്പെടുത്തുന്ന ജീവിതം നയിക്കാൻ പരിശുദ്ധാത്മാവ് എന്നിൽ പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ പ്രഖ്യാപിക്കുക മാത്രമാണ് സ്നാനത്തിൽ കൂടെ ചെയ്യുന്നത്. അതായത് സ്നാനപ്പെടുന്നതിന് മുമ്പ് എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഒരു പ്രവൃത്തി ചെയ്തിരിക്കണം. സ്നാനമല്ല അതിൻ്റെ നമ്മളെ രക്ഷിക്കപ്പെടുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്നാനപ്പെടുന്നതിന് മുമ്പ് നാം വിശ്വസിച്ച് കർത്താവിനെ സ്വന്തം രക്ഷകനായിട്ട് സ്വീകരിക്കുമ്പോഴാണ് വീണ്ടും ജനനം. നമ്മളെ ആ പഴയ മനുഷ്യനെ നമ്മൾ ഉപേക്ഷിച്ച് പുതിയ കർത്താവിനെ വിശ്വസിച്ച്, വിശ്വാസത്താൽ, കൃപയാൽ ദൈവം നമുക്ക് ആ വിശ്വാസത്താലാണ് രക്ഷ തന്നിരിക്കുന്നത്. കൃപയും വിശ്വാസവും കൂടെ ചേരുമ്പോഴാണ് രക്ഷ നമുക്ക് ലഭിക്കുന്നത്. ഗലാത്യർ 3:27. ഗലാത്യർ 3:27 ഇപ്രകാരം വായിക്കുന്നു: ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ ക്രിസ്തുവിനോട് ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ചേർന്നിരിക്കുന്നവർ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്ന് വെളിപ്പെടുത്തുന്നതിനാണ് നമ്മൾ ക്രിസ്തുവിനോട് ഈ സ്നാനമേൽക്കുന്നത്. അതായത് ഇത് ഉള്ളിൽ പരിശുദ്ധാത്മാവ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ വെള്ളത്തിൽ ഇറങ്ങി സ്നാനമേൽക്കാൻ. അപ്പോൾ നിർബന്ധമായിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കാര്യമല്ല സ്നാനം. ഒരുത്തൻ നിർബന്ധമായിട്ട് ചെയ്യാൻ പാടില്ല. എന്നാൽ ഇത് നമ്മളിതിൻ്റെ കാര്യം അറിഞ്ഞ് എന്തിനാണ് സ്നാനപ്പെടുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ സ്നാനപ്പെടേണ്ടത്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വരവിനെക്കുറിച്ച് 2-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചല്ലോ. 2-ാം അധ്യായത്തിൽ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അപ്പോൾ പെന്തക്കോസ്ത് നാളിൽ സംഭവിച്ചതാണ്. അവരെല്ലാവരും കാത്തിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വരവാണ്. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അവിടെ കൂടിയിരുന്ന 120 പേരുടെ മേൽ ആവസിക്കുകയാണ്.
ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. അത് കൊടിയ കാറ്റടിക്കുന്നത് പോലെ, കൊടിയ കാറ്റടിച്ചു എന്നല്ല ഇവിടെ പറയുന്നത്, കാറ്റടിക്കുന്നത് പോലെ ഉള്ള ശബ്ദം ഉണ്ടായി. അവർക്കത് അനുഭവിക്കാനും കഴിയുന്നുണ്ട്. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരത് കണ്ടു, അവർ കേട്ടു, അവർ കണ്ടു. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഇൻഡിവിജ്വലായിട്ട് എല്ലാവർക്കും പരിശുദ്ധാത്മാവ് വന്ന് നിറയുന്നത് അവർ കാണുകയാണ്. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അവർക്ക് സംസാരിക്കാൻ അറിവില്ലാത്തവരായിരുന്നു അവരെല്ലാവരും. എന്നാൽ ഈ ആത്മാവിൻ്റെ ശക്തി വന്നു കഴിഞ്ഞപ്പോൾ പത്രോസൊക്കെ എഴുന്നേറ്റ് നിന്ന് വളരെ ധൈര്യത്തോടെ കർത്താവിൻ്റെ വൻ കാര്യങ്ങളെ ഈ സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളെയാണ് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അന്യഭാഷകളിൽ എന്ന് പറഞ്ഞാൽ അതർ ടങ്, മറ്റുള്ളവർക്കൂടെ മനസ്സിലാകത്തക്ക രീതിയിലുള്ള ഭാഷകളിലാണ് ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ചരിത്രത്തിൽ ഒരു പ്രാവശ്യം മാത്രം സംഭവിച്ച കാര്യമാണ്. വീണ്ടും വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുന്നൊരു സംഭവമല്ല. പരിശുദ്ധാത്മാവ് ഇപ്രകാരം ഇറങ്ങി വരുന്നതും ഓരോരുത്തരും പതിയുന്നവരെ കാണത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് അത് അനുഭവിച്ച് മുഴക്കം കേട്ടു എക്സ്പീരിയൻസ് ചെയ്തു. ഇതെല്ലാം ചരിത്രത്തിൽ ഒരു പ്രാവശ്യം മാത്രം സംഭവിച്ച കാര്യമാണ്. അല്ലാതെ ഇങ്ങനെയുള്ള സംഭവം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നില്ല. അപ്പോസ്തലപ്രവൃത്തി 2:33 പറയുന്നുണ്ട്, ഇത് മാറി നിന്നവർക്ക് അത് ഇവർ മാത്രം അനുഭവിച്ചവർ മാത്രമല്ല, മാറി നിന്നവർ കണ്ടു, അവർ കേൾക്കുകയും ചെയ്തു, പക്ഷെ അവർ അനുഭവിച്ചില്ല. 2:41 പറയുന്നത് അന്ന് എന്താണ് സംഭവിക്കുന്നത്? അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു, അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അപ്പോൾ അപ്പോസ്തലപ്രവൃത്തി അന്ന് ഈ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഏറ്റവും വലിയ അത്ഭുത പ്രവൃത്തി ഇതായിരുന്നു. പത്രോസ് അപ്പോസ്തലൻ ധൈര്യത്തോടെ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ തനിക്ക് നേരത്തെ ഭയമുണ്ടായിരുന്ന യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസിൻ്റെ ഭയമെല്ലാം മാറി. ആത്മാവിൻ്റെ ശക്തി അത് അവർക്ക് ആവശ്യമാണ്. അവർക്കിനി തുടർന്ന് ശുശ്രൂഷ ചെയ്യണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇല്ല എങ്കിൽ മനുഷ്യരെ കൊണ്ട് തനിയെ ചെയ്യാൻ, ദൈവത്തിൻ്റെ ഈ വൻ കാര്യങ്ങളെ ചെയ്യുവാൻ ആർക്കും സാധ്യമല്ല. ഇന്നും ആത്മാവിൻ്റെ ശക്തി അഭിഷേകം ചെയ്യപ്പെട്ടവർ, രക്ഷിക്കപ്പെട്ടവർ, കർത്താവിൻ്റെ മക്കളായി തീർന്നവരാണ് തുടർന്ന് ഇന്നും ഈ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ്? സകലരോടും കർത്താവിനെക്കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുക എന്നുള്ളത്. അപ്പോൾ പത്രോസിന് മേൽ ഈ ഏറ്റവും വലിയ അത്ഭുത പ്രവൃത്തി ഇതായിരുന്നല്ലോ. പത്രോസിൻ്റെ വാക്ക് കേട്ടവർ വിശ്വസിച്ചു, സ്നാനമേറ്റു, സഭയോട് ചേർന്നു. അങ്ങനെയാണ് ആദ്യമായിട്ട് സഭ ഭൂമി സംജാതമാകുന്നത്. ആദ്യം കൂടിയിരുന്ന 120 പേരും അതിനോടുകൂടി 3000 പേരും കൂടെ ചേരുമ്പോഴാണ് സഭ ആദ്യമായിട്ട് ഭൂമിയിലുണ്ടാകുന്നത്. ആദ്യത്തെ സഭ അതാണ്. അപ്പോൾ അവിടെയും പത്രോസ് വിളിച്ച് പറയുന്നുണ്ട് 40-ാം അധ്യായത്തിൽ, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ. അപ്പോൾ പത്രോസ് ധൈര്യമായിട്ട് അവരോട് വിളിച്ച് പറയുന്നു 36-ാം വാക്യത്തിൽ, ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹം ഒക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. അപ്പോൾ വളരെ ധൈര്യത്തോടുകൂടി തന്നെ പറയാണ്, യഹൂദന്മാരോട് പറഞ്ഞു, നിങ്ങൾ ക്രൂശിച്ച ഈ യേശു തന്നെയാണ് കർത്താവും ക്രിസ്തുവും. അപ്പോൾ അത് കേട്ടപ്പോൾ അവരുടെ ഹൃദയത്തിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവിടെ പ്രവർത്തിച്ചു. അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. അന്നേരം അവർ ചോദിക്കുകയാണ്, ഞങ്ങൾ രക്ഷിക്കപ്പെടുവാൻ പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും 37-ാം വാക്യം, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. അപ്പോൾ അവർക്ക് മാനസാന്തരമുണ്ടായി. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുവിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. അപ്പോൾ യഹൂദന്മാരോട് ആണ് പത്രോസ് പ്രധാനമായിട്ടും ശുശ്രൂഷിച്ചത്. പത്രോസ് യഹൂദന്മാരോട് പറഞ്ഞതെല്ലാം മാനസാന്തരപ്പെടുക എന്നാണ്. കാരണം ഇവർക്കിതെല്ലാം അറിയാം, പഴയ നിയമത്തിലെ സംഗതികൾ എല്ലാം അറിയാം. പക്ഷേ അവർ യേശുവിനെ ഇതുവരെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ല. അവർക്ക് ആവശ്യമായിരിക്കുന്ന ഒരു മാനസാന്തരമാണ്, അവർക്ക് മാറ്റം അവർക്ക് ആവശ്യമാണ്. ഇതുവരെയും ചിന്തിച്ചു വെച്ചിരുന്ന കാര്യങ്ങളിൽ നിന്നും അവരിന്ന് മാറണം. അതിനാണ് പത്രോസ് അവരോട് പറയുന്നത്, നിങ്ങൾ മാനസാന്തരപ്പെടുക എന്ന്.
അങ്ങനെ ഇന്നും നമ്മുടെ മേലും ഇതുപോലെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ സഭയിലേക്ക് അനേകർ കടന്നു വരാനിടയായി തീരും. അതായത് കാൽവരിയിലെ യേശുവിൻ്റെ മരണം ഒരിക്കൽ മാത്രം സംഭവിച്ചതാണ്. കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ഒരിക്കൽ മാത്രമാണ്. അതായത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് ഒരിക്കൽ മാത്രം സംഭവിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് ഈ പെന്തിക്കോസ്തും ചരിത്രത്തിൽ ഒരിക്കൽ മാത്രം സംഭവിച്ച കാര്യമാണ്. എന്നാൽ കർത്താവ് നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്, എന്നാൽ നമ്മളെ നേരിൽ കാണിച്ചു തരുന്നില്ല. എന്നാൽ തോമസ് കർത്താവിനോട് തോമസിന് ചോദിച്ചല്ലോ, ഞാൻ കാണാതെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് തന്നെ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അത് ഒരിക്കൽ മാത്രമേ സംഭവിച്ചുള്ളൂ. ഇന്നിപ്പോൾ നമ്മൾ ആരെങ്കിലും പറയുക, ദൈവമേ നിൻ്റെ ആണിപ്പഴുതിൽ വിരലിടുകയും നിൻ്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഇനി അത് ഒരിക്കലും പിന്നീട് ഒരിക്കലും അത് ആർക്കും അങ്ങനെ കാണിച്ചു കൊടുത്തിട്ടില്ല, അങ്ങനെ കാണിച്ചു കൊടുക്കുകയില്ല. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ ശക്തി അവരുടെ മേൽ വന്നതും സഭയുടെ ആരംഭവുമാണ് ഈ രണ്ടാമത്തെ അധ്യായത്തിനകത്ത് ഇന്ന് നമ്മൾ ചിന്തിച്ചത്. ഈ പ്രകാരം തന്നെ സത്യത്തെ നമുക്ക് ശരിയാവണ്ണം ദൈവവചനത്തിൽ നിന്ന് പഠിക്കുവാൻ വീണ്ടും നമുക്ക് ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവത്തിന് സ്തോത്രം.